എല്ലാവർക്കും നമസ്കാരം. അക്കൗണ്ടൻസിയുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് 4 കാര്യങ്ങളാണ്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഫോമിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻസ് ആരംഭിക്കുവാനുള്ള കാരണം എന്താണ്? ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെയും പാർട്ട്ണർഷിപ്പ് രീതിയിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻ്റെയും ഡീമെറിറ്റ്സ് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഫോമിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻസ് ആരംഭിച്ചത്. രണ്ടാമതായി നമ്മൾ പഠിച്ച കാര്യം ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി അല്ലെങ്കിൽ കമ്പനി എന്ന വാക്കിൻ്റെ ഡെഫിനിഷൻ. 3 വ്യത്യസ്തമായ ഡെഫിനിഷനുകൾ നമ്മൾ പഠിച്ചു. ലോർഡ് ജസ്റ്റിസ് ലിൻഡ്ലെ നൽകിയ ഡെഫിനിഷൻ, കമ്പനീസ് ആക്ട് 1956 സെക്ഷൻ 3 സബ്സെക്ഷൻ 1 അനുസരിച്ചുള്ള ഡെഫിനിഷൻ, 2013 കമ്പനീസ് ആക്ട് സെക്ഷൻ 2 സബ്സെക്ഷൻ 20 അനുസരിച്ചുള്ള ഡെഫിനിഷൻ. മൂന്നാമതായി നമ്മൾ പഠിച്ച കാര്യം യുണീക്ക് ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതകൾ എന്തൊക്കെയാണ്? മറ്റ് ബിസിനസ് സംരംഭങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്ക് അവകാശപ്പെടാവുന്ന പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കി. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്ക് പെർപ്പച്വൽ സക്സഷൻ ഉണ്ട്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്ക് കോമൺ സീലുണ്ട്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്, നിശ്ചിതമായ ചില ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അത് മെയിൻറ്റെയിൻ ചെയ്യണം, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആനുവൽ ഓഡിറ്റിന് വിധേയമാക്കണം, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പരിശോധിക്കുവാനുള്ള റൈറ്റ് ഷെയർ ഹോൾഡേഴ്സിനുണ്ട്, ഓരോ വർഷവും കമ്പനിക്കുണ്ടാകുന്ന ലാഭം കമ്പനി നിയമങ്ങൾക്ക് അനുസരിച്ച് കമ്പനി നിയമങ്ങൾക്ക് വിധേയമായി ഡിവിഡൻഡ് എന്നുള്ള പേരിൽ ഷെയർ ഹോൾഡേഴ്സിന് നൽകുവാനുള്ള റൈറ്റ് കമ്പനിക്കുണ്ട്. നാലാമതായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യം ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനീസ്. കമ്പനി ഫോം ചെയ്തതിൻ്റെ ബേസിൽ കമ്പനികളെ, ഇൻകോർപ്പറേഷൻ്റെ ബേസിൽ കമ്പനികളെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പബ്ലിക് ഇൻട്രസ്റ്റിൻ്റെ പേരിൽ നമുക്ക് കമ്പനികളെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് അതർ ഫോംസ്, ഡൊമസ്റ്റിക് കമ്പനി, ഫോറിൻ കമ്പനി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാനായി പോകുന്നത് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിനെ കുറിച്ചാണ്. നമ്മളുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ എന്താണ്? ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ എന്ന വാക്കിൻ്റെ അർത്ഥം, ഷെയർ ക്യാപിറ്റൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഓഹരി മൂലധനം. ഓഹരി മൂലധനം. ഇവിടെ 2 വാക്കുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും, ഷെയർ ആൻഡ് ക്യാപിറ്റൽ. ഷെയർ എന്ന് പറഞ്ഞാൽ ഓഹരി, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മൂലധനം. സാധാരണയായിട്ട് ബിസിനസ്സുകാരൻ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിനാണ് മൂലധനം എന്ന് പറയുന്നത്. ഒരു സോൾ ട്രേഡറെ സംബന്ധിച്ച് സോൾ ട്രേഡർ ബിസിനസ്സിൽ മുടക്കിയിരിക്കുന്ന പണം അയാളുടെ മൂലധനമാണ്. ബിസിനസ്സിലെ അസറ്റുകൾ വാങ്ങുന്നതിന് വേണ്ടിയും ബിസിനസ് ആരംഭിക്കുന്നതിന് വേണ്ടിയും മുടക്കിയിരിക്കുന്ന പണത്തിനാണ് നമ്മൾ മൂലധനം എന്ന് പറയുന്നത്. കമ്പനിയെ സംബന്ധിച്ച് കമ്പനിയുടെ മൂലധനം എന്ന് പറയുന്നത് ഷെയറുകൾ ഇഷ്യൂ ചെയ്ത് സമാഹരിക്കുന്ന തുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ദ ഷെയർ ഹോൾഡേഴ്സ് ആർ ദ ഓണേഴ്സ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സാണ്. ആൻഡ് ദ ഷെയർ ക്യാപിറ്റൽ മീൻസ് ദ എമൗണ്ട് കളക്റ്റഡ് ബൈ എ കമ്പനി ബൈ ദ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഞാൻ റിപ്പീറ്റ് ചെയ്യുവാണ്, ഷെയർ ക്യാപിറ്റൽ ഇസ് ദ എമൗണ്ട് കളക്റ്റഡ് ബൈ എ കമ്പനി ബൈ ദ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഷെയറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഒരു കമ്പനി സമാഹരിക്കുന്ന തുകയ്ക്ക് പറയുന്ന പേരാണ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ കമ്പനിയുടെ മൂലധനം എന്ന് പറയുന്നതിൻ്റെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പബ്ലിക്കിന് ഷെയറുകൾ ഇഷ്യൂ ചെയ്ത് സമാഹരിച്ചിരിക്കുന്ന തുകയാണ്. ഈ ഷെയർ ക്യാപിറ്റലിനെ കുറിച്ച്, അതിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് നമ്മളിന്ന് ആദ്യമായിട്ട് പറയാനായിട്ട് പോകുന്നത്.
ഈ ഷെയർ ക്യാപിറ്റൽ, കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ പല ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഒന്നാമത്തേത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഈ ഓതറൈസ്ഡ് ക്യാപിറ്റലിനെ നമ്മൾ നോമിനൽ ക്യാപിറ്റൽ എന്നും രജിസ്ട്രേഡ് ക്യാപിറ്റൽ എന്നും വിളിക്കാറുണ്ട്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഈസ് ഓൾസോ നോൺ ആസ് നോമിനൽ ക്യാപിറ്റൽ ഓർ രജിസ്ട്രേഡ് ക്യാപിറ്റൽ. ഒരു കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് ക്യാൻ ബി റേസ്ഡ് ബൈ എ കമ്പനി ബൈ ദ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഷെയറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഒരു കമ്പനിക്ക് സമാഹരിക്കാവുന്ന മാക്സിമം എമൗണ്ടിന്, പരമാവധി തുകയ്ക്ക് പറയുന്ന പേരാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഇതിനെ നമ്മൾ നോമിനൽ ക്യാപിറ്റൽ എന്നും രജിസ്ട്രേഡ് ക്യാപിറ്റൽ എന്നും വിളിക്കാറുണ്ട്. ഉദാഹരണത്തിന് ABC ലിമിറ്റഡ് എന്ന് പറയുന്നൊരു കമ്പനി പുതുതായിട്ട് ഫോം ചെയ്തു. ആ കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ 1,00,000 രൂപ, എക്സാമ്പിളിന് വേണ്ടി ചെറിയ എമൗണ്ട് 1,00,000 രൂപയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ 1,00,000 രൂപയാണ് ആ കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എങ്കിൽ അതിനപ്പുറത്ത് ഒരു തുക, ഈ 1,00,000 അപ്പുറത്ത് ഒരു തുക ഈ കമ്പനിക്ക് ഷെയർ ഇഷ്യൂ ചെയ്ത് സമാഹരിക്കാനായിട്ട് പറ്റുകയില്ല. ഇതിനെ നമ്മൾ രജിസ്ട്രേഡ് ക്യാപിറ്റൽ എന്നും നോമിനൽ ക്യാപിറ്റൽ എന്നും വിളിക്കുന്നുണ്ട്. കമ്പനിയുടെ പ്രധാന രേഖയായ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ ക്യാപിറ്റൽ ക്ലോസിൽ ഈ എമൗണ്ട് കാണിച്ചിട്ടുണ്ടായിരിക്കും. എത്രയാണ് കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ? ഇപ്പോൾ 10 lakh rupees, 1 lakh ഷെയർസ് ഓഫ് 10 each, 10 lakh, അല്ലെങ്കിൽ 10 lakh ഷെയർസ് ഓഫ് 10 each, 1 crore, വാട്ട് എവർ ഇറ്റ് മേ ബി. ഇപ്പോൾ ഒരു കമ്പനിക്ക് ഷെയർ ഇഷ്യൂ ചെയ്ത് സമാഹരിക്കാവുന്ന പരമാവധി തുകയ്ക്ക് പറയുന്ന പേരാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഇസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് ക്യാൻ ബി റേസ്ഡ് ബൈ എ കമ്പനി ബൈ ദ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഷെയർസ് ഇഷ്യൂ ചെയ്ത് കമ്പനിക്ക് സമാഹരിക്കാവുന്ന പരമാവധി തുക. ഇപ്പോൾ ഒരു കമ്പനി ആരംഭിക്കുന്നതിന് മുമ്പ് അതിൻ്റെ പ്രൊമോട്ടേഴ്സ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ നിശ്ചയിക്കുമ്പോൾ എത്രയായിരിക്കണം ഓതറൈസ്ഡ് ക്യാപിറ്റൽ? ഞാനൊരു എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞപ്പോൾ വളരെ ചെറിയൊരു തുക, 1,00,000 രൂപ, വളരെ നോമിനലായിട്ടുള്ളൊരു എമൗണ്ടാണ് പറഞ്ഞത്. 1,00,000 രൂപയ്ക്ക് ഒരിക്കലും ഒരു കമ്പനിക്ക് ആരംഭിക്കാനായിട്ട് പറ്റത്തില്ല. ഞാൻ എക്സാമ്പിളിന് വേണ്ടി ചെറിയ എമൗണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ തീരുമാനിക്കുമ്പോൾ കമ്പനിക്ക് ഇനീഷ്യലായിട്ട് എത്ര തുക ആവശ്യമാണ്, അല്ലെങ്കിൽ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി, ഫോർ പർച്ചേസിങ് ലാൻഡ് വാങ്ങിക്കുന്നതിന് വേണ്ടി, ഫോർ പർച്ചേസിങ് മെഷീനറി വാങ്ങിക്കുന്നതിന് വേണ്ടി, ഫോർ കൺസ്ട്രക്റ്റിംഗ് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടി, ഫോർ പർച്ചേസിങ് ഫർണിച്ചർ, സ്റ്റോക്ക്, ഫോർ അപ്പോയിൻറ്റിങ് എംപ്ലോയീസ്, ഇങ്ങനെയുള്ള ഇനീഷ്യലായിട്ടുള്ള എല്ലാ ചെലവുകൾക്കും എത്ര തുക വേണം. അതിനപ്പുറത്ത് പിന്നീട് അതിന് ശേഷം കമ്പനിക്ക് ഒരു റെനോവേഷൻ നടത്തണം, ഒരു എക്സ്പാൻഷൻ നടത്തണം, ഒരു മോഡേണൈസേഷൻ നടത്തണം, കമ്പനി ആധുനികവൽക്കരണം നടത്തണം, അല്ലെങ്കിൽ കമ്പനിക്ക് ഒരു വികസന പ്രവർത്തനം നടത്തണം. ഇതിനെല്ലാം കൂടി എത്ര രൂപയാണ് വേണ്ടത്? അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ഒരു കമ്പനിക്ക് 10 കോടി രൂപ, 10 crore rupees വേണം. അപ്പോൾ കമ്പനി ഫിക്സ് ചെയ്തു 10 crore ആണ് ഈ കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ. എന്ന് പറഞ്ഞാൽ ഈ കമ്പനിക്ക് ഷെയർ ഇഷ്യൂ ചെയ്ത് കളക്ട് ചെയ്യാവുന്ന പരമാവധി തുക എന്ന് പറയുന്ന 10 crore. ഒരു പ്രാവശ്യമായിട്ടല്ല, എത്ര പ്രാവശ്യം ഷെയർ ഇഷ്യൂ ചെയ്താലും പരമാവധി എത്ര രൂപയിൽ കൂടുതൽ കളക്ട് ചെയ്യാൻ പറ്റത്തില്ല? 10 കോടി രൂപയിൽ കൂടുതൽ കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഇസ് ദ മാക്സിമം എമൗണ്ട് ദാറ്റ് ക്യാൻ ബി റേസ്ഡ് ബൈ എ കമ്പനി ബൈ ദ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഷെയർസ് ഇഷ്യൂ ചെയ്ത് കളക്ട് ചെയ്യുന്ന മാക്സിമം എമൗണ്ടിനാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഒന്നാമത്തേത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ മനസ്സിലായി, മാക്സിമം എമൗണ്ട് ആണ്. Issued capital is that part of authorized capital which is issued to the public for subscription. ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗമാണ് ഈ ഒന്നാമത് പറഞ്ഞ ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി, പബ്ലിക് വാങ്ങുന്നതിന് വേണ്ടി കമ്പനി ഓഫർ ചെയ്തിരിക്കുന്ന ഷെയറിൻ്റെ വാല്യൂവിന് പറയുന്ന പേരാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ എക്സാമ്പിളിൽ ഒരു കമ്പനിക്ക് 10 lakh ഷെയർസ് ഓഫ് 10 each, 10 lakh into 10, 1 crore, 1 കോടി രൂപയാണ് അതിൻ്റെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ആൻഡ് നൗ ദ കമ്പനി ഡിസൈഡ്സ് ടു ഇഷ്യൂ 5 lakh ഷെയർസ് ഓഫ് 10 each. മൊത്തം ഈ കമ്പനിക്ക് ഇൻ ടോട്ടൽ ഈ കമ്പനിക്ക് 10 ലക്ഷം 10 രൂപയുടെ
10 രൂപയുടെ ഷെയറുകളാണുള്ളത്. അതിൽ 5 ലക്ഷം ഷെയറുകൾ ഇപ്പോൾ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചാൽ ആ കമ്പനിയുടെ ഇഷ്യൂഡ് ക്യാപിറ്റൽ 50 ലക്ഷം രൂപയാണ്. 50 ലക്ഷം രൂപ. മാക്സിമം 1 കോടി രൂപ ഈ കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാം. ഈ കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ 1 കോടി രൂപയാണ്. ആ 1 കോടി രൂപയിൽ 50 ലക്ഷം രൂപയുടെ ഷെയറുകൾ ഇപ്പോൾ ഇഷ്യൂ ചെയ്യാനായിട്ട് പബ്ലിക്കിനോട് നിങ്ങൾക്ക് വാങ്ങാം എന്ന് പറഞ്ഞ് പബ്ലിക് സബ്സ്ക്രിപ്ഷന് വേണ്ടി നൽകിയിരിക്കുകയാണ്. അതിന് പറയുന്ന പേരാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. Then next one, subscribed capital. Subscribed capital is that part of issued capital which is actually subscribed by the public. പബ്ലിക്കിന് ഈ കമ്പനി ഷെയറുകൾ ഇഷ്യൂ ചെയ്തപ്പോൾ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്ത ആ ക്യാപിറ്റലിന് പറയുന്ന പേരാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഇപ്പോൾ കമ്പനിയുടെ മൊത്തം ക്യാപിറ്റലാണ് ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു പോർഷൻ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തു. അതിന് നമ്മൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയും. ഇഷ്യൂഡ് ക്യാപിറ്റലിൽ ഒരു പോർഷൻ പബ്ലിക്ക് സബ്സ്ക്രൈബ് ചെയ്തു. അതിനാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ABC ലിമിറ്റഡ് ഒരു പുതിയ കമ്പനിയായിരുന്നു. ആൻഡ് ഇറ്റ്സ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഈസ് 1 crore rupees and issued capital is 50 lakh rupees, and when the company makes a public issue, only 4 lakh shares were subscribed by the public. 4 ലക്ഷം ഷെയറുകളെ പബ്ലിക്ക് സബ്സ്ക്രൈബ് ചെയ്തുള്ളൂ. ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. 5 ലക്ഷം ഷെയറുകൾ പബ്ലിക്കിന് വേണ്ടി ഈ കമ്പനി കൊടുത്തു. 5 ലക്ഷം ഷെയറുകൾ പബ്ലിക് വാങ്ങുന്നതിന് വേണ്ടി കമ്പനി പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തു, അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുത്തു. പക്ഷേ എന്നാൽ എത്ര ആപ്ലിക്കേഷന് കിട്ടിയുള്ളൂ, എത്ര സബ്സ്ക്രൈബ് ചെയ്തുള്ളൂ? 4 ലക്ഷം. കാരണം ഈ കമ്പനി ഒരു പുതിയ കമ്പനിയാണ്. ഞാനും നിങ്ങളും കമ്പനികളുടെ ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുമ്പോൾ നോക്കുന്ന കാര്യം അതിൻ്റെ പാസ്റ്റ് ട്രാക്ക് റെക്കോർഡ് നോക്കും. ഈ കമ്പനി മുൻ വർഷങ്ങളിൽ ലാഭം ഉണ്ടാക്കിയിട്ടുള്ള കമ്പനിയാണോ? കാരണം നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? റിട്ടേൺ കിട്ടുന്നതിന് വേണ്ടിയാണ്. എൻ്റെ കൈവശം ഇരിക്കുന്ന ക്യാഷ് ഞാൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ ഒരു ഫിക്സഡ് റേറ്റിലുള്ള ഇൻട്രസ്റ്റ് എനിക്ക് കിട്ടും. അതിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ കമ്പനിയുടെ ഷെയർ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ കമ്പനിയുടെ കേസിൽ ഈ കമ്പനി ഒരു പുതിയ കമ്പനിയായിരുന്നു, ന്യൂലി സ്റ്റാർട്ടഡ് കമ്പനിയാണ്, പുതുതായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ട് 5 ലക്ഷം ഷെയറുകൾ ഇഷ്യൂ ചെയ്തെങ്കിലും എത്ര ഷെയറുകൾ സബ്സ്ക്രൈബ് ചെയ്തുള്ളൂ? 4 ലക്ഷം ഷെയറുകൾ മാത്രമേ പബ്ലിക്ക് സബ്സ്ക്രൈബ് ചെയ്തുള്ളൂ. അപ്പോൾ ഈ കമ്പനിയുടെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 40 ലക്ഷം രൂപയാണ്. 40 ലക്ഷം രൂപ. പബ്ലിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാത്തത് കൊണ്ടാണ് ആ ഒരു ഡിഫറൻസ് അവിടെ വന്നത്. കമ്പനിയുടെ ഇഷ്യൂഡ് ക്യാപിറ്റൽ 50 ലക്ഷം രൂപ, അതായത് 5 ലക്ഷം 10 രൂപയുടെ ഷെയറുകൾ കമ്പനി പബ്ലിക്കിനായിട്ട് നൽകിയെങ്കിലും പബ്ലിക്ക് അതിൻ്റെ അകത്ത് 4 ലക്ഷം ഷെയർ മാത്രമേ വാങ്ങിച്ചുള്ളൂ. ആവശ്യത്തിന് അല്ലെങ്കിൽ കമ്പനി ഉദ്ദേശിച്ചത്ര ആവശ്യക്കാരെ അല്ലെങ്കിൽ ഷെയർ വാങ്ങാനായിട്ടുള്ള പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ ഡിഫറൻസ് വന്നത്. ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ വരുന്നത് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. Called up capital is the amount of capital which the board of directors asked to pay by the shareholders. Amount asked to pay by the board of directors. Board of directors ഷെയർഹോൾഡേഴ്സിനോട് അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന എമൗണ്ട് ആണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. നമുക്ക് ഇതുവരെയുള്ള പോർഷനും ഒന്ന് ഓതറൈസ്ഡ് ക്യാപിറ്റൽ, 2 ഇഷ്യൂഡ് ക്യാപിറ്റൽ, തേർഡ് വൺ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, ഫോർത്ത് വൺ കോൾഡ് അപ്പ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ 1 crore ആയിരുന്നു. 50 lakhs ഇഷ്യൂ ചെയ്തു, 40 lakh സബ്സ്ക്രൈബ് ചെയ്തു. അടുത്തത് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഷെയർ ഹോൾഡേഴ്സിനോട് കമ്പനിയിൽ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന തുകയ്ക്ക് പറയുന്ന പേരാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലും കോൾഡ് അപ്പ്
ക്യാപിറ്റലും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അതിന് കാരണം കമ്പനി ഷെയറിൻ്റെ വാല്യൂ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടാണ് കളക്ട് ചെയ്യുന്നത്, ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട്. ഈ എക്സാമ്പിളിലെ കമ്പനിയുടെ ഷെയറിൻ്റെ ഫേസ് വാല്യൂ ₹10 പെർ ഷെയർ. കമ്പനി ആപ്ലിക്കേഷനോടൊപ്പം ₹2 കളക്ട് ചെയ്യും. ഷെയർസ് അലോട്ട് ചെയ്യുമ്പോൾ ₹3 കളക്ട് ചെയ്യും. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്, എമൗണ്ടുകൾ വ്യത്യാസം വരും ഓരോ പ്രോബ്ലത്തിലും. ₹2 കളക്ട് ചെയ്തു, ₹2 ആപ്ലിക്കേഷനോടൊപ്പം ഷെയർ അലോട്ട് ചെയ്തപ്പോൾ ₹3 കളക്ട് ചെയ്തു. ഫസ്റ്റ് കോളായിട്ട് ₹3 കളക്ട് ചെയ്തു, സെക്കൻഡ് കോൾ ആയിട്ട് ₹2 കളക്ട് ചെയ്തു. ഈ എക്സാമ്പിളിൽ ടോട്ടൽ 10 rupees. Face value of the shares is 10 per share and the company collect the amount in 4 installments. ₹2 per share with application money, ₹3 per share when the shares were allotted, and ₹3 and 2 ഫസ്റ്റ് കോൾ ആൻഡ് സെക്കൻഡ് കോൾ. ഈ രീതിയിലാണ് കളക്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു വന്ന കോൾഡ് അപ്പ് ക്യാപിറ്റലാണ്. ഈ എക്സാമ്പിളിൽ 40 ലക്ഷം രൂപ, അതായത് 4 ലക്ഷം, 40 ലക്ഷം എന്ന് പറയുന്നത് 4 ലക്ഷം ഇൻറ്റു 4 lakh ഇൻറ്റു 10 ആണ്. അപ്പോൾ 4 ലക്ഷം ഷെയറുകളാണ് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഈ കമ്പനി ഇതുവരെയുള്ള കോൾസ് നടത്തിയിട്ടുള്ള ഷെയർസ് അലോട്ട്, ആപ്ലിക്കേഷൻ എമൗണ്ട് കിട്ടി, ഷെയർസ് അലോട്ട് ചെയ്തു, ഫസ്റ്റ് കോൾ വിളിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഷെയർസിൻ്റെ ഇതുവരെ കളക്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന എമൗണ്ട് 8 പെർ ഷെയർ ആണ്, 8 പെർ ഷെയർ. അപ്പോൾ ഈ കമ്പനിയുടെ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 4 lakh ഇൻറ്റു 8, 32 lakhs ആയിരിക്കും. 32 lakhs. എങ്ങനെ 32 lakhs? എന്തുകൊണ്ടാണ് 40 lakhs വരാതിരുന്നത്? ആകെ 4 ലക്ഷം ഷെയറുകളാണ് ഈ കമ്പനിക്കുള്ളത്. ഈ 4 ലക്ഷം ഷെയറുകൾക്കും ₹8 വെച്ച് മാത്രമേ അടയ്ക്കുവാനായിട്ട് കമ്പനി ആവശ്യപ്പെട്ടിട്ടുള്ളൂ. കാരണം കമ്പനി ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്തുനിന്ന് കളക്ട് ചെയ്യുന്ന ഷെയറിൻ്റെ വാല്യൂ കളക്ട് ചെയ്യുന്നത് നോട്ട് ഇൻ ലംസം ബട്ട് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ്. ലംസമായിട്ട്, ഒറ്റ തുകയായിട്ടല്ല കളക്ട് ചെയ്യുന്നത്, ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടാണ് കളക്ട് ചെയ്യുന്നത്. വിത്ത് ആപ്ലിക്കേഷൻ ആൻഡ് വെൻ ഷെയർസ് അലോട്ടഡ് ആൻഡ് വെൻ മേക്കിംഗ് ദ കോൾസ്, ഷെയർ ഹോൾഡേഴ്സിന് ഡയറക്ഷൻ കൊടുക്കുവാണ്. ആ രീതിയിൽ ഇവിടെ ₹8 വരെ അടയ്ക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ 32 lakhs ആണ് അടയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. Paid up capital is the amount actually paid by the shareholders. Paid up capital is the amount actually paid by the shareholders. Shareholders യഥാർത്ഥത്തിൽ അടച്ച തുകയാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഷെയർ ഹോൾഡേഴ്സ് യഥാർത്ഥത്തിൽ അടച്ച തുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ചില ഷെയർ ഹോൾഡേഴ്സ് എങ്കിലും പണം അടയ്ക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഷെയർ ഹോൾഡേഴ്സ് പണം അടച്ചിട്ടില്ലെങ്കിൽ കോൾഡ് അപ്പ് ക്യാപിറ്റലും പെയ്ഡ് അപ്പ് ക്യാപിറ്റലും തമ്മിൽ വ്യത്യാസമുണ്ടാകും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കോൾഡ് അപ്പ് ക്യാപിറ്റൽ മൈനസ് കോൾസ് ഇൻ അരിയേഴ്സ്. ഇങ്ങനെയാണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത് കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്ന് കോൾസ് ഇൻ അരിയേഴ്സ് കുറയ്ക്കുമ്പോഴാണ്. കോൾസ് ഇൻ അരിയേഴ്സ്. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു മൈനസ് കോൾസ് ഇൻ അരിയേഴ്സ്. എന്താണ് അരിയർ? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കോൾഡ് അപ്പ് ക്യാപിറ്റൽ മൈനസ് കോൾസ് ഇൻ അരിയേഴ്സ്. നമുക്ക് നമ്മുടെ എക്സാമ്പിളിലേക്ക് വരാം. ഇവിടെ നമ്മൾ 4 ലക്ഷം ഷെയറുകളാണുള്ളത്. 4 ലക്ഷം 10 രൂപയുടെ ഷെയറുകൾ, 4 ലക്ഷം 10 രൂപയുടെ ഷെയർ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതിൽ ₹8 വെച്ച് കമ്പനി കോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്പനിക്ക് കളക്ട് ചെയ്യേണ്ട തുക കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്ന 32 lakhs. ഇനി അൺഫോർച്ചുനേറ്റ്ലി ഒരു ഷെയർ ഹോൾഡർ, ഉദാഹരണത്തിന് ഞാൻ തന്നെ ആയിക്കോട്ടെ, ഞാൻ 1000 ഷെയറുകൾ ഈ കമ്പനിയുടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 1000 ഷെയറുകൾ. ഈ 1000 ഷെയറുകൾ വാങ്ങിച്ച ഞാൻ ഈ കമ്പനിയുടെ എമൗണ്ട് കളക്ട് ചെയ്യുന്ന 4 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞായിരുന്നു. ആപ്ലിക്കേഷൻ ₹2, അലോട്ട്മെൻറ്റ് ₹3, ഫസ്റ്റ് കോൾ ₹3, സെക്കൻഡ് കോൾ ₹2. ഈ കമ്പനിയുടെ 1000 ഷെയറുകൾ വാങ്ങിച്ച ഒരു പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്ററായ ഞാൻ ആദ്യത്തെ ₹2 വെച്ചുള്ള എമൗണ്ട് അടച്ചു.
ഷെയർസ് അലോട്ട് ചെയ്തപ്പോൾ 3 രൂപ അടച്ചു, പിന്നീട് ഉള്ള 3 രൂപ ഞാൻ അടച്ചില്ല. കമ്പനി അടയ്ക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് 8 രൂപ, ഞാൻ എത്ര രൂപ അടച്ചിട്ടുള്ളൂ? 5 രൂപയെ അടച്ചിട്ടുള്ളൂ. അപ്പോൾ എത്ര രൂപ ഈ കമ്പനിക്ക് കോൾസ് ആൻഡ് അരിയേഴ്സ് വന്നു? ഓൾ അതർ ഷെയർ ഹോൾഡേഴ്സ് എക്സെപ്റ്റ് മീ, ഞാൻ ഒഴികെയുള്ള ബാക്കി എല്ലാ ഷെയർ ഹോൾഡേഴ്സും കമ്പനിക്ക് കൃത്യമായിട്ട് പണം അടച്ചു. ഞാൻ മാത്രം 1000 രൂപ വെച്ച് അടച്ചിട്ടില്ല. 1000 രൂപ വെച്ച് എത്ര എമൗണ്ട് അടച്ചിട്ടില്ല? 3 രൂപ അടച്ചിട്ടില്ല. അപ്പോൾ ഈ കമ്പനിയുടെ കേസിൽ കോൾസ് ഇൻ അരിയേഴ്സ് എത്രയാണ്? 1000 × 3. ബാക്കി എല്ലാവരും അടച്ചു. 4 ലക്ഷം ഷെയർ ഹോൾഡേഴ്സിനോടും 8 രൂപ വെച്ച് അടയ്ക്കാൻ ആവശ്യപ്പെട്ടു. 3 തവണയായിട്ട്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അലോട്ട്മെന്റ് ഫസ്റ്റ് കോൾ 8 രൂപ വെച്ച് 32 ലക്ഷം രൂപയും 32 lakhs കമ്പനിക്ക് കിട്ടേണ്ടതുണ്ട്. അതാണ് ആ കമ്പനിയുടെ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കമ്പനി അടയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന മൂലധനം, എന്നാൽ അടച്ചു തീർത്ത മൂലധനം എന്ന് പറയുന്ന കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കോൾഡ് അപ്പ് ക്യാപിറ്റൽ മൈനസ് കോൾസ് ഇൻ അരിയേഴ്സ്. കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്ന് കോൾസ് ഇൻ അരിയേഴ്സ് കുറയ്ക്കുമ്പോഴാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കിട്ടുന്നത്. നമുക്ക് നോക്കാം ഇവിടെ എത്രയാണ് വരുന്നത്. കമ്പനിക്ക് എത്ര രൂപയായിരുന്നു കിട്ടേണ്ടിയിരുന്നത്? എത്രയായിരുന്നു? കമ്പനിക്ക് കിട്ടേണ്ടിയിരുന്നത് 32 lakhs മൈനസ് എത്ര രൂപ കിട്ടിയിട്ടില്ല? 1000 × 3 3000 രൂപ ഈ കമ്പനിക്ക് കിട്ടിയിട്ടില്ല. 32 ലക്ഷം രൂപ, അതായത് 4 ലക്ഷം ഷെയറിനും 8 രൂപ വെച്ച് 32 ലക്ഷം രൂപ കിട്ടേണ്ടിയിടത്ത് 3000 രൂപ കഴിഞ്ഞ് കുറച്ചിട്ട് ബാക്കി 31,97,000 രൂപയാണ് ഈ കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. കാരണം എന്താണ് ഡിഫറൻസ്? there is a difference between called up capital and paid up capital. You can see from there 32 lakhs and 31,97,000. There is a difference of rupees 3,000. 3,000-ന്റെ കുറവ് വന്നു. എവിടുന്ന 3,000-ന്റെ കുറവ് വന്നത്? 1000 ഷെയർ വാങ്ങിച്ച് ഞാൻ കോൾ മണി 3000 രൂപ അടച്ചില്ല. 8 രൂപ അടയ്ക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എത്ര അടച്ചുള്ളൂ? 5 രൂപയെ ഞാൻ അടച്ചിട്ടുള്ളൂ. അപ്പോൾ 1000 × 3 3000 രൂപ കുറച്ചിട്ട് ബാക്കി എമൗണ്ട് ആണ് അതിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലായിട്ട് നമ്മളവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതുവരെ ഉള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗമാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ മാക്സിമം എമൗണ്ട് ആണ്, അതിനപ്പുറത്തെ കമ്പനിക്ക് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല. ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗം ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇഷ്യൂഡ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗം കമ്പനി പബ്ലിക്കിന് ഇഷ്യൂഡ് ക്യാപിറ്റൽ ഒരു കംപ്ലീറ്റ് ആയിട്ടോ ഭാഗികമായിട്ടോ പബ്ലിക്ക് സബ്സ്ക്രൈബ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്ത ക്യാപിറ്റൽ പല ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടാണ് അടയ്ക്കാനായിട്ട് കമ്പനി ഷെയർ ഹോൾഡേഴ്സിനോട് ആവശ്യപ്പെടുന്നത്. അത് നമ്മൾ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് വിളിക്കും. ഷെയർ ഹോൾഡേഴ്സ് ആക്ച്വലായിട്ട് അടച്ച എമൗണ്ടിന് നമ്മൾ എന്ത് പേര് പറയും? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയും. ഇതിനോട് ചേർന്ന് 1-2 കാര്യങ്ങളോട് 1-2 ടേംസ് കൂടെ പറയാനുണ്ട്. മറ്റൊന്ന് അൺകോൾഡ് ക്യാപിറ്റൽ. അൺകോൾഡ് ക്യാപിറ്റൽ എന്താണ്? അൺകോൾഡ് ക്യാപിറ്റൽ. കോൾഡ് അപ്പ് ക്യാപിറ്റൽ നമുക്ക് മനസ്സിലായി. ഇപ്പോൾ എന്തായിരിക്കും അൺകോൾഡ് ക്യാപിറ്റൽ? കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്ത ഷെയറുകൾക്ക് കമ്പനി ഷെയർ ഹോൾഡേഴ്സിനോട് അടയ്ക്കാൻ ആവശ്യപ്പെട്ട എമൗണ്ടിനാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്നാൽ ഇതുവരെ വിളിക്കാത്ത കമ്പനി പബ്ലിക്കിനോട് ഷെയർ ഹോൾഡേഴ്സിനോട് അടയ്ക്കാൻ ആവശ്യപ്പെടാത്ത എമൗണ്ടിനാണ് അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് എക്സാമ്പിൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. പബ്ലിക്ക് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് 40 ലക്ഷം രൂപയാണ്. 40 ലക്ഷം രൂപയുടെ ഷെയർ, അതായത് 4 ലക്ഷം × 10. അതേസമയം കോൾഡ് അപ്പ് ക്യാപിറ്റൽ എത്രയേ ഉള്ളൂ? 32 lakhs ഉള്ളൂ. ദർ ഇസ് എ ഡിഫറൻസ് ഓഫ് rupees 8 lakhs. 8 lakhs എവിടെ നിന്നാണ് വന്നത്? 8 lakhs എന്ന് പറയുന്നത് ഈ 2 രൂപയാണ്. ഈ 2 രൂപ വെച്ച് 4 ലക്ഷം ഷെയറിൻ്റെയാണ്. 4 ലക്ഷം × 2. കാരണം എല്ലാ ഷെയർ ഹോൾഡേഴ്സും ഇനി കമ്പനിയിൽ എത്ര രൂപ അടയ്ക്കാനായിട്ടുണ്ട്? 2 രൂപ വെച്ച് അടയ്ക്കാനായിട്ട് അവശേഷിക്കുന്നു. അതിനാണ് നമ്മൾ അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അൺകോൾഡ് ക്യാപിറ്റൽ. അപ്പോൾ എപ്പോഴാണ് കമ്പനി ഇതുവരെ ഷെയർസ് ഫുള്ളി പെയ്ഡപ്പ് ആക്കിയിട്ടില്ല, ഫുള്ളി കോൾഡ് അപ്പ് ആക്കിയിട്ടില്ല. ഒരു പോർഷൻ കമ്പനി ഇതുവരെ കോൾ ചെയ്തിട്ടില്ല. ആപ്ലിക്കേഷൻ മണി കിട്ടി, അലോട്ട്മെൻറ്റ് നടത്തി, ഫസ്റ്റ് കോൾ നടത്തി, 8 വരെയായി. അതാണ് 8 × 4 lakh 32 lakhs ഇവിടെ വന്നിരിക്കുന്നത്. അതേസമയം
ഒരു 8 lakhs കൂടി ഇനി കളക്ട് ചെയ്യാനുണ്ട്. അൺകോൾഡ്, വിളിക്കാത്ത എമൗണ്ടിനാണ് അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ റിസർവ് ക്യാപിറ്റൽ. Reserve capital is a portion of uncalled capital which the company has decided to call except only in the event of winding up. അൺകോൾഡ് ക്യാപിറ്റലിൻ്റെ ഒരു പോർഷൻ കമ്പനി റിസർവ് ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്നു. എപ്പോഴേ വിളിക്കത്തുള്ളൂ? എക്സെപ്റ്റ് ഇൻ ദ ഇവൻ്റ് ഓഫ് വൈൻഡിങ് അപ്പ്. കമ്പനിയുടെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് മാത്രം വിളിച്ചാൽ മതി, കളക്ട് ചെയ്താൽ മതി എന്ന് തീരുമാനിച്ച് കമ്പനി മാറ്റി വെച്ചിരിക്കുന്ന എമൗണ്ടിന് പറയുന്ന പേരാണ് റിസർവ് ക്യാപിറ്റൽ. ഇവിടെ ഈ എക്സാമ്പിൾ നമുക്കറിയാം, കമ്പനിയുടെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ 40 lakhs ആയിരുന്നു. കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 32 lakhs ആണ്. കമ്പനി 8 ലക്ഷം രൂപ അവിടെ കോൾ ചെയ്യാതെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ 8 ലക്ഷം വന്നത് 4 lakh into 2, 4 ലക്ഷം ഷെയറുകൾ കൈവശം വച്ചിരിക്കുന്ന, അല്ലെങ്കിൽ 4 ലക്ഷം ഷെയറിനും 2 രൂപ വെച്ച് ഇനിയും കളക്ട് ചെയ്യാനുണ്ട്. അതാണ് അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. 8 lakhs അൺകോൾഡ് ക്യാപിറ്റൽ. ഈ അൺകോൾഡ് ക്യാപിറ്റൽ കമ്പനിക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാവുന്നതാണ്. കമ്പനീസ് ആക്ട് അനുസരിച്ച് കമ്പനിക്ക് എപ്പോൾ വേണമെങ്കിലും ആ എമൗണ്ട് കളക്ട് ചെയ്യാം. എന്നാൽ കമ്പനി ഒരു പ്രത്യേക പ്രമേയം പാസ്സാക്കി തീരുമാനിച്ചിരിക്കുകയാണ്, ഈ എമൗണ്ടിൽ ഒരു പോർഷൻ അല്ലെങ്കിൽ ഈ എമൗണ്ട് പൂർണ്ണമായിട്ട് എപ്പോഴേ വിളിക്കത്തുള്ളൂ? എക്സെപ്റ്റ് ഇൻ ദ ഇവൻ്റ് ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി. വൈൻഡിങ് അപ്പ്, കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുമ്പോഴേ ഈ പണം കളക്ട് ചെയ്യുന്നുള്ളൂ. വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ കമ്പനി പിരിച്ചുവിടുന്നു, കമ്പനിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുമ്പോൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, കമ്പനി ഇസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. കമ്പനി എന്ന് പറയുന്ന ഒരു നിയമത്തിൻ്റെ സൃഷ്ടിയായ കൃത്രിമ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് നിയമപരമായിട്ട് തന്നെയാണ്. അപ്പം നിയമപരമായിട്ട് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതിനാണ് വൈൻഡിങ് അപ്പ് അല്ലെങ്കിൽ ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ മാത്രം കളക്ട് ചെയ്യുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ആ തുകയ്ക്ക് പറയുന്ന പേരാണ് റിസർവ് ക്യാപിറ്റൽ. അപ്പോൾ ഈ അൺകോൾഡ് ക്യാപിറ്റൽ ഒരു പോർഷൻ വേണമെങ്കിൽ അങ്ങനെ മാറ്റി വെക്കാനായിട്ട് കമ്പനിക്ക് സാധിക്കും. ദെൻ നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് വൺ, അൺറിസർവ് ക്യാപിറ്റൽ. അൺറിസർവ് ക്യാപിറ്റലിൻ്റെ പ്രത്യേകത, ഈ ക്യാപിറ്റൽ എപ്പോൾ വേണമെങ്കിലും കമ്പനിക്ക് കളക്ട് ചെയ്യാവുന്ന. റിസർവ് ക്യാപിറ്റൽ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് മാത്രമേ കളക്ട് ചെയ്യുള്ളൂ. അൺറിസർവ് ക്യാപിറ്റൽ എപ്പോൾ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹാസ് ദ ഡിസ്ക്രിപ്ഷൻ ടു കോൾ അറ്റ് എനി ടൈം. എപ്പോൾ വേണമെങ്കിലും കളക്ട് ചെയ്യാവുന്ന എമൗണ്ടിനാണ് അൺറിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഫിഗറുകളൊക്കെ മറന്നു കളയുക. നമുക്ക് ഒന്നുകൂടെ അതിൻ്റെ തിയററ്റിക്കൽ പോർഷൻ മാത്രം ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുവാണ്, കാരണം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. ഫസ്റ്റ് വൺ, authorized capital. It is the maximum amount of capital that can be raised by the issue of shares. ഒരു കമ്പനിക്ക് ഷെയർ ഇഷ്യൂ ചെയ്ത് സമാഹരിക്കാവുന്ന പരമാവധി തുക. ഇതിന് പറഞ്ഞ മറ്റ് 2 പേരുകൾ കൂടി ഞാൻ പറഞ്ഞു. രജിസ്റ്റേർഡ് ക്യാപിറ്റൽ ഓർ നോമിനൽ ക്യാപിറ്റൽ. ഇറ്റ് ഈസ് മെൻഷൻഡ് ഇൻ ദ memorandum of association, capital clause of the memorandum of association of the company. And issued capital is a part of authorized capital which is issued to the public for subscription. മൊത്തം ക്യാപിറ്റലിൻ്റെ ഒരു പോർഷൻ പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി ഇഷ്യൂ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയും. ഇഷ്യൂഡ് ക്യാപിറ്റലിൻ്റെ ഒരു പോർഷൻ പബ്ലിക്ക് വാങ്ങിക്കുമ്പോൾ അതിന് പറയുന്ന പേര് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ദെൻ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിൽ ഷെയർ ഹോൾഡേഴ്സിനോട് അടയ്ക്കണമെന്ന് കമ്പനി ആവശ്യപ്പെട്ടിരിക്കുന്ന എമൗണ്ട് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. അങ്ങനെ ഒരു ഡിഫറൻസ് വരാനുള്ള കാരണം, ദ കമ്പനി കളക്ട്സ് ദ ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ്. ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് കളക്ട് ചെയ്യുന്നത്. ദെൻ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ ആക്ച്വലായിട്ട് കമ്പനിക്ക് കിട്ടിയ എമൗണ്ടാണ് അടച്ചു തീർത്ത മൂലധനം എന്ന് പറയുന്ന പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഇനിയും കമ്പനി വിളിക്കാനുള്ള എമൗണ്ടാണ്. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലും കോൾഡ് അപ്പ് ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അൺകോൾഡ് ക്യാപിറ്റൽ. റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇസ് എ പോർഷൻ ഓഫ് അൺകോൾഡ് ക്യാപിറ്റൽ വിച്ച് ഇസ് kept for calling or collecting
അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ്, കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ വേണ്ടി ഒരു റിസർവായിട്ട്, നമുക്കറിയാം റിസർവ് എന്ന് പറയുന്നത് തന്നെ ഒരു കരുതലായിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ് റിസർവ് ക്യാപിറ്റൽ. അൺറിസർവ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും കമ്പനിക്ക് കളക്ട് ചെയ്യാവുന്ന എമൗണ്ട് ആണ് അൺറിസർവ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇതാണ് ക്യാപിറ്റലിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ. ദെൻ നിങ്ങൾ സ്റ്റുഡൻസ് നിങ്ങളെ ഫസ്റ്റ് പ്രോബ്ലം നോക്കണം. നമ്മുടെ പേജ് നമ്പർ 7-ലാണ്. A limited company has been incorporated with an authorized capital of 2 lakhs. Authorized capital of 2 lakhs. Authorized capital of 2 lakhs divided into 20,000 shares of 10 each. 20,000 സ്പ്ലിറ്റ് പറഞ്ഞിരിക്കുന്നത് 2 lakhs എന്ന് പറയുന്നത് 20,000 shares of 10 each. 10 each. 20,000 10 രൂപയുടെ ഷെയറുകളാണ്. ഇറ്റ് ഓഫേർഡ് 18,000 ഷെയർസ് ഫോർ സബ്സ്ക്രിപ്ഷൻ. 18,000 ഷെയറുകൾ പബ്ലിക്കിന് സബ്സ്ക്രിപ്ഷന് വേണ്ടി കൊടുത്തു ബൈ ദ പബ്ലിക്. ഔട്ട് ഓഫ് ദീസ് 16,000 ഷെയർസ് വെയർ സബ്സ്ക്രൈബ്ഡ് ഫോർ. ഇതിൻ്റെ അകത്ത് 16,000 ഷെയറുകൾ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തു. ദ ഡയറക്ടേഴ്സ് കോൾഡ് ഫോർ ആൻ എമൗണ്ട് ഓഫ് 6 per share ആൻഡ് റിസീവ്ഡ് ദ എൻറ്റയർ എമൗണ്ട്. കളക്ട് ചെയ്തത് 6 per share. ഒരു ഷെയറിൻ്റെ വില 10 രൂപയാണെങ്കിലും 6 രൂപ വെച്ച് കളക്ട് ചെയ്യാനായിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ടുള്ളൂ. ദ കമ്പനി റിസീവ്ഡ് ദ എൻറ്റയർ എമൗണ്ട് എക്സെപ്റ്റ് എ കോൾ ഓഫ് 2 per share on 1000. 1000 ഷെയറിന് 2 രൂപ വെച്ചുള്ള എമൗണ്ട് കിട്ടിയിട്ടില്ല. ഇതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഞാൻ പറയുന്നു. ഒരു കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ 2 ലക്ഷം രൂപയാണ്. ആ 2 ലക്ഷം രൂപ എന്ന് പറയുന്നത് 20,000 10 രൂപയുടെ ഷെയറുകളാണ്. കമ്പനി 18,000 ഷെയറുകൾ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തു. പബ്ലിക്ക് 16,000 ഷെയറുകൾ വാങ്ങിച്ചു. കമ്പനി ഷെയർ ഹോൾഡേഴ്സിനോട് ഒരു ഷെയറിന് 6 രൂപ വെച്ചിട്ടുള്ള എമൗണ്ട് അടയ്ക്കാനായിട്ട് ആവശ്യപ്പെട്ടു. മുഴുവൻ തുകയും കിട്ടി എന്ന് പറയുമ്പോഴും ഒരു ആൾ പൈസ അല്ലെങ്കിൽ 1000 ഷെയറിൻ്റെ എമൗണ്ട് കിട്ടിയിട്ടില്ല എന്നാണ് അവിടെ പറയുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു സ്പ്ലിറ്റ് എങ്ങനെയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ എമൗണ്ടും കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധാപൂർവ്വം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും നോക്കണം. ഫസ്റ്റ് പ്രോബ്ലത്തിൽ ആദ്യം പറയുന്ന ഒന്നാമത് നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ ഓതറൈസ്ഡ് ക്യാപിറ്റലാണ്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞു ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ഈസ് ₹2 lakh. ഈ കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2 lakh rupees ആണ്. 2 lakh rupees. 2 lakh എന്ന് പറയുന്നത് 20,000 ഷെയർസ് ഓഫ് 10 each. 20,000 ഷെയറുകൾ 10 രൂപയുടെ. അപ്പോൾ അതിൻ്റെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ 2 ലക്ഷം രൂപയാണ്. വീണ്ടും പറഞ്ഞു ദ കമ്പനി ഇഷ്യൂഡ് 18,000 ഷെയർസ് ടു ദ പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ. ദ കമ്പനി ഇഷ്യൂഡ് only 18,000 out of 20,000 shares. The company issued only 18,000 shares to the public. പബ്ലിക്കിന് എത്ര ഇഷ്യൂ ചെയ്തുള്ളൂ? 18,000 ഷെയറുകളെ ഇഷ്യൂ ചെയ്തുള്ളൂ. 18,000 ഇൻറ്റു 10 1,80,000 രൂപയാണ് അതിൻ്റെ ഇഷ്യൂഡ് ക്യാപിറ്റൽ. അപ്പോൾ മനസ്സിലായല്ലോ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ 20,000 shares of 10 each. 20,000 shares of 10 each. And the company issued only 18,000 shares to the public. 20,000 ഷെയർ ഉള്ളപ്പോൾ കമ്പനി എത്ര ഇഷ്യൂ ചെയ്തുള്ളൂ? 18,000 പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തില്ല. ദെൻ നമുക്ക് അവിടെ തീർച്ചയായിട്ടും പറയാനായിട്ട് പറ്റും കമ്പനിയുടെ അൺഇഷ്യൂഡ് ക്യാപിറ്റലായിട്ടൊരു പോർഷൻ അവിടെ ഉണ്ട്. അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എത്ര? അൺഇഷ്യൂഡ് ക്യാപിറ്റൽ വരുന്നത് അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എത്ര വരുന്നത്? കമ്പനിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2 ലക്ഷമാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. 1,80,000 ഇഷ്യൂ ചെയ്തു എന്ന് പറയുമ്പോൾ 20,000 രൂപ അൺഇഷ്യൂഡ് ക്യാപിറ്റലായിട്ടുണ്ട്. ദെൻ 18,000 ഷെയറുകൾ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തപ്പോൾ എത്ര ഷെയർ പബ്ലിക്ക് വാങ്ങിച്ചെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പബ്ലിക് സബ്സ്ക്രൈബ്ഡ് ഓൺലി 16,000 ഷെയർസ്. പബ്ലിക് സബ്സ്ക്രൈബ്ഡ് ഓൺലി 16,000 ഷെയർസ്. ഇപ്പോൾ അതിൻ്റെ ഈ കമ്പനിയുടെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1,60,000. 1,60,000 അതാണ് അതിൻ്റെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ.
പബ്ലിക് 16,000 ഷെയറുകൾ വാങ്ങിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ 1,60,000. ദെൻ വീണ്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ എത്രയായിരിക്കും അതിൻ്റെ അൺസബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ? അൺസബ്സ്ക്രൈബ്ഡ് ഇഷ്യൂഡ് ക്യാപിറ്റലിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? ഇഷ്യൂഡ് ക്യാപിറ്റലിൽ നിന്ന് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ കുറച്ചാൽ മതി 20,000. അതും 20,000 ആണ് പബ്ലിക്ക് വാങ്ങാതിരുന്ന ഷെയറുകൾ. ദെൻ കോൾഡ് അപ്പ് ക്യാപിറ്റൽ. കോൾഡ് അപ്പ് ക്യാപിറ്റൽ എത്ര രൂപ വെച്ച് ഷെയർ ഹോൾഡേഴ്സിനോട് അടയ്ക്കണമെന്നാണ് കമ്പനി ആവശ്യപ്പെട്ടിരിക്കുന്നത്? കമ്പനി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, ദ ഡയറക്ടേഴ്സ് കോൾഡ് ഫോർ ആൻ എമൗണ്ട് ഓഫ് 6 per share. 6 per share അടയ്ക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 6 per share 16,000 ഇൻറ്റു 6 96,000 രൂപ. കോൾഡ് അപ്പ് ക്യാപിറ്റൽ ഈസ് 96,000. ഓക്കെ. ദെൻ നെക്സ്റ്റ് എത്രയാണ് അതിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എങ്ങനെയാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? കോൾഡ് അപ്പ് ക്യാപിറ്റൽ മൈനസ് കോൾസ് ഇൻ അരിയേഴ്സ്. കോൾഡ് അപ്പ് ക്യാപിറ്റൽ മൈനസ് കോൾസ് ഇൻ അരിയേഴ്സ്. എത്രയായിരുന്നു ഇവിടെ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? 96,000 രൂപയാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്ന് കോൾസ് ഇൻ അരിയേഴ്സ് കുറയ്ക്കണം. എന്താ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത്? അൺപെയ്ഡ് ആയിട്ടുള്ള എമൗണ്ട് ആണ് കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത്. കോൾസ് ഇൻ അരിയേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഓൾ ദ എമൗണ്ട് എക്സെപ്റ്റ് 2 per share on 1,000 shares. കിട്ടിയിട്ടില്ല. 1000 ഷെയറിന് 2 രൂപ വെച്ചിട്ടുള്ള എമൗണ്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ എത്രയാണ്? 1000 × 2 2000. അപ്പോൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 94,000 രൂപയാണ്. ഈ കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 94,000 രൂപ. അപ്പോൾ ഈ രീതിയിലാണ് അതിൻ്റെ സ്പ്ലിറ്റ് വരുന്നത്. ഈ കമ്പനിയുടെ മൊത്തം ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മാക്സിമം ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2 ലക്ഷം രൂപ. 20,000 10 രൂപയുടെ ഷെയറുകളാണ് ഈ കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് കമ്പനീസ് ആക്ട് അനുസരിച്ച് കമ്പനി രജിസ്ട്രാർ അനുവാദം കൊടുത്തിരിക്കുന്നത്. 20,000 10 രൂപയുടെ ഷെയറുകൾ 2 ലക്ഷം രൂപ. ഇറ്റ് ഈസ് നോൺ ആസ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ആൻഡ് 18,000 ഷെയർസ് വെയർ ഇഷ്യൂഡ് ടു ദ പബ്ലിക്. അതിൽ ഈ 20,000-ൽ 18,000 ഷെയറുകൾ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തു. അപ്പോൾ അത് നമ്മൾ 1,80,000 ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇപ്പോൾ ഇഷ്യൂ ചെയ്യാതിരിക്കുന്ന അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 20,000 വരുന്നുണ്ട്. ഡിഫറൻസ് ആണ്. ദെൻ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തത്, ഈ കമ്പനി 20,000 ഷെയറുകളുള്ള കമ്പനി 18,000 ഷെയറുകൾ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തപ്പോൾ 16,000 ഷെയറുകൾ മാത്രം, ഓൺലി 16,000 ഷെയർസ് വെയർ സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക്. പബ്ലിക് 16,000 ഷെയറുകൾ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് 16,000 × 10 ആണ് അതിൻ്റെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. അൺസബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 20,000 രൂപയുണ്ട്. ദെൻ കോൾഡ് അപ്പ് ക്യാപിറ്റൽ. കോൾഡ് അപ്പ് ക്യാപിറ്റൽ ഈസ് ദ എമൗണ്ട് വിച്ച് ഈസ് ആക്ച്വലി കോൾഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ടു പേ ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിനോട് അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട പൈസ 16,000 ഷെയറിന് 6 രൂപ വെച്ച് അടയ്ക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. 96,000 രൂപയാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കോൾഡ് അപ്പ് ക്യാപിറ്റൽ മൈനസ് കോൾസ് ഇൻ അരിയേഴ്സ്. കോൾസ് ഇൻ അരിയേഴ്സ് കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കുമ്പോഴാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കിട്ടുന്നത് 94,000 രൂപ. ഇതിന് ഇവിടെ ഏതോ ഒരു ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ കുറേ ഷെയർ ഹോൾഡേഴ്സ് 1000 ഷെയർ മൊത്തം ആകെ 1000 ഷെയറുകളുടെ 2 രൂപ വെച്ചിട്ടുള്ള എമൗണ്ട് ആണ് നമുക്ക് കിട്ടാതിരിക്കുന്നത്. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ ഷെയർ ഹോൾഡേഴ്സും, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും, എല്ലാ ഷെയർ ഹോൾഡേഴ്സും മുഴുവൻ പൈസ അടച്ചെങ്കിൽ നമ്മുടെ ആൻസർ എത്രയാണ്? കോൾഡ് അപ്പ് ക്യാപിറ്റൽ 96,000 രൂപ, പെയ്ഡ് അപ്പ് ക്യാപിറ്റലും 96,000 രൂപ. കോൾഡ് അപ്പ് ക്യാപിറ്റൽ 96, മുഴുവൻ പേരും പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ 96,000 തന്നെ വരും. ഇവിടെ അങ്ങനെ വന്നിട്ടില്ല, അതാണ് വ്യത്യാസം. ദെൻ അവിടെ ഒരു നോട്ട്സ് ടു അക്കൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് എഴുതുമ്പോഴത്തേക്കും നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ട്സ് കൊടുക്കണം ഡീറ്റെയിൽഡ് ആയിട്ട്. ഇപ്പോൾ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ്, കമ്പനീസ് ആക്ട് അനുസരിച്ചുള്ള ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആദ്യം നമ്മളുടെ ലയബിലിറ്റി സൈഡിൽ ഒരു ഹെഡാണ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ, ഇതിനകത്ത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ,
ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്രയാണ് ഈ കമ്പനിക്ക്? ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്ര എമൗണ്ട് എത്ര വരുന്നത്? 2 lakh ആണ്. അപ്പോൾ നമ്മളത് നമ്മുടെ ഔട്ടർ കോളത്തിൽ 2 lakh എന്ന് കാണിക്കുന്നു. 2 lakh എന്ന് കാണിക്കുന്നു. അതിന് എക്സ്പ്ലനേഷൻ 20,000 ഷെയർസ് ഓഫ് 10 each. നമ്മളത് ഡബിൾ ലൈൻ കൊടുത്ത് ബാലൻസ് ഷീറ്റ് കാണിക്കും. കാരണം ബാലൻസ് ഷീറ്റിൽ ടോട്ടൽ എമൗണ്ടിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആയിട്ടല്ല, നമ്മൾ ഹെഡിങ്ങിന് എഴുതുന്ന നോട്ട്സ് ടു അക്കൗണ്ട്സ് എന്നാണ്. രണ്ടാമത് ഇഷ്യൂഡ് ക്യാപിറ്റൽ. എത്ര ഇഷ്യൂഡ് ക്യാപിറ്റൽ? 18,000 ഷെയർസ് വെർ ഇഷ്യൂഡ് ടു ദ പബ്ലിക്. അപ്പോൾ നമ്മൾ കാണിക്കും 18,000 ഇൻറ്റു 18,000 ഷെയർസ് ഓഫ് 10 each. അപ്പോൾ എത്ര വരും? 1,80,000, 1,80,000 രൂപ. അതും ഡബിൾ ലൈൻ കൊടുത്ത് അവിടെ നമ്മൾ കാണിക്കും. ദെൻ അതുപോലെ തന്നെ തൊട്ട് താഴോട്ട് തന്നെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എത്രയായിരുന്നു? 16,000. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നില്ല, സ്പേസ് കുറവായതുകൊണ്ട്. 16,000 ഷെയർസ് ഓഫ് 10 each, 1,60,000. അതും ഡബിൾ ലൈൻ കൊടുത്ത് അവിടെ നമ്മൾ ക്ലോസ് ചെയ്യും. ദെൻ ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, ദെൻ കോൾഡ് അപ്പ് ക്യാപിറ്റൽ. എത്രയായിരുന്നു കോൾഡ് അപ്പ്? 16,000 ഇൻറ്റു 6, 96,000. അതും നമ്മൾ ഡബിൾ ലൈൻ കൊടുത്ത് കൊടുക്കണം. കോൾഡ് അപ്പ് ആക്ച്വൽ ആയിട്ടുള്ള എമൗണ്ട് അടുത്തതാണ് നമ്മളുടെ ബാലൻസ് ഷീറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണിക്കേണ്ട എമൗണ്ട്. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ മറ്റ് ലയബിലിറ്റിയോടൊപ്പം ഷെയർ ക്യാപിറ്റലായിട്ട് കാണിക്കേണ്ട എമൗണ്ട് പെയ്ഡ് അപ്പ് ക്യാപിറ്റലാണ്. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്ര ഭാഗം ഒഴിവാക്കുവാണ്, വായിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ലാസ്റ്റ് ഐറ്റമായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? കോൾഡ് അപ്പ് ക്യാപിറ്റൽ മൈനസ് കോൾസ് ഇൻ അരിയേഴ്സ്. 2,000 രൂപയാണ് കിട്ടാനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എമൗണ്ട് 94,000 രൂപ. 94,000 രൂപയാണ് വരുന്നത്. ദെൻ അത് ഇന്നർ കോളത്തിൽ അതിൻ്റെ കാൽക്കുലേഷൻസ് അവിടെ കാണിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ നോക്കുക, കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാൽ ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നമ്മൾ സാധാരണ പത്രങ്ങളിലൊക്കെ കമ്പനികളുടെയൊക്കെ ബാങ്കുകൾ, മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ വാർഷിക റിപ്പോർട്ടുകൾ പത്രങ്ങളിൽ കാണാറുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ലയബിലിറ്റി സൈഡ് നോക്കിയാൽ ഇനി നിങ്ങൾക്കാണെങ്കിലും നോക്കിയാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും കമ്പനിയുടെ ഈ കമ്പനിക്ക് എത്ര ക്യാപിറ്റലാണ് ഉള്ളത്. ആർക്കും പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. ഈ കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ട് അനുസരിച്ച് ഈ കമ്പനിക്ക് കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് അനുസരിച്ച് ഈ കമ്പനിക്ക് സമാഹരിക്കാവുന്ന പരമാവധി തുക എത്രയാണ്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്രയാണ്, അതിൽ എത്ര ഈ കമ്പനി ഇഷ്യൂ ചെയ്തു അല്ലെങ്കിൽ ഇഷ്യൂഡ് ക്യാപിറ്റൽ എത്രയാണ്, അതിൽ എത്ര പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തു അതാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, അതിൽ എത്ര എമൗണ്ട് ഷെയർ ഹോൾഡേഴ്സിനോട് അടയ്ക്കാൻ ആവശ്യപ്പെട്ടു അതാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ, എത്ര എമൗണ്ട് ആക്ച്വലായിട്ട് ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയിൽ അടച്ചു അതാണ് അതിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. നിങ്ങൾ മറന്നു പോകരുത്, നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം, കമ്പനി ഷെയറിൻ്റെ വാല്യൂ ഇപ്പോൾ 100 രൂപ വിലയുള്ള ഒരു ഫേസ് വാല്യൂ ഉള്ള ഷെയർ ആണെങ്കിൽ അതിനെ പല ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട്, എങ്ങനെ ഇൻസ്റ്റാൾമെൻറ്റ്സ്, ആപ്ലിക്കേഷൻ മണി, ദെൻ ഷെയർ അലോട്ട് ചെയ്യുമ്പോൾ അലോട്ട്മെൻറ്റ് മണി, ദെൻ കോൾസ്, ഈ രീതിയിലാണ് കളക്ട് ചെയ്യുന്നത്. പല ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് കളക്ട് ചെയ്യുന്നതുകൊണ്ട് എത്രയാണ് കോൾഡ് അപ്പ്, എത്ര എമൗണ്ട് അടയ്ക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് നോക്കാനായിട്ട് പറ്റും. ദെൻ എത്രയാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, എത്ര എമൗണ്ട് അടച്ചിട്ടുണ്ട്, ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് കമ്പനിയുടെ ഈ രീതി. ഇന്ന് നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് ഇത് തന്നെയാണ്. കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ ഈസ് ദ എമൗണ്ട് വിച്ച് ഈസ് കളക്റ്റഡ് ബൈ ദ കമ്പനി ബൈ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഓഹരികൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഒരു കമ്പനി സമാഹരിച്ചിരിക്കുന്ന തുകയാണ് ഓഹരി മൂലധനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. നമുക്കിനിയും കമ്പനിയുടെ എന്താണ് ഷെയർ, നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റലാണ്.
കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 246 അനുസരിച്ച് സെക്ഷൻ 246 അനുസരിച്ച് ഷെയർ എന്ന് പറയുന്നത് കമ്പനിയുടെ ഷെയർ എന്ന് പറയുന്നത് ഷെയർ ഈസ് എ ഷെയർ ഇൻ ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ആൻഡ് ഇൻക്ലൂഡ്സ് സ്റ്റോക്ക്. ബണ്ടിൽ ഓഫ് ഷെയർസ് ഈസ് നോൺ ആസ് സ്റ്റോക്ക്. ഷെയറുകളുടെ ഒരു ബണ്ടിൽ എന്ന് പറയുന്ന പേരാണ് സ്റ്റോക്ക്. കമ്പനീസ് ആക്ട് അനുസരിച്ച് ഷെയർ എന്ന് പറയുന്നത് എ ഷെയർ ഇൻ ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ടോട്ടൽ ഷെയർ ക്യാപിറ്റലിൻ്റെ ഒരു ഫ്രാക്ഷനാണ് ഷെയർ എന്ന് പറയുന്നത്. ആൻഡ് ദ ഷെയർ ഹോൾഡേഴ്സ് ആർ ആക്ച്വലി ദ ഓണേഴ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സാണ്. കമ്പനി ഷെയറുകൾ ഇഷ്യൂ ചെയ്താണ് കമ്പനിയുടെ ആവശ്യമായ മൂലധനം സമാഹരിക്കുന്നത്. നമ്മൾ നോക്കി പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടു. എക്സാമ്പിളിൽ ആ കമ്പനിക്ക് 20,000 10 രൂപയുടെ ഷെയറുകൾ ഇഷ്യൂ ചെയ്തു. അപ്പോൾ ഓരോ യൂണിറ്റിനും പറയുന്ന പേര്, ഓരോ സിംഗിൾ യൂണിറ്റിനും പറയുന്ന പേരാണ് ഷെയർ. കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഓരോ സിംഗിൾ യൂണിറ്റിനും ഷെയർ എന്നാണ് പറയുക. ആ ഷെയറുകൾ ഇഷ്യൂ ചെയ്ത് കമ്പനി അതിനാവശ്യമായ പണം സമാഹരിക്കുന്നു. കമ്പനീസ് ആക്ട് അനുസരിച്ച് ഒരു കമ്പനിക്ക്, കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 86 അനുസരിച്ച് ഒരു കമ്പനിക്ക് 2 ടൈപ്പിലുള്ള ഷെയറുകൾ മാത്രമേ ഇന്ന് ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്യാനായിട്ട് അനുവാദമുള്ളൂ. ആസ് പെർ ദ കമ്പനി സെക്ഷൻ 86 of the Companies Act, only 2 types of shares are allowed to issue by a company in India. ഇന്ത്യയിൽ 2 തരത്തിലുള്ള ഷെയറുകൾ കമ്പനികൾക്ക് ഇഷ്യൂ ചെയ്യാം, പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന് പ്രിഫറൻസ് ഷെയർസ്. രണ്ട് equity or ordinary shares. There are 2 types of shares. 2 തരത്തിലുള്ള ഷെയറുകൾ കമ്പനികൾക്ക് ഇഷ്യൂ ചെയ്യാം. ഒന്ന് പ്രിഫറൻസ് ഷെയർ, ഒന്ന് ഇക്വിറ്റി ഷെയർ. പ്രിഫറൻസ് ഷെയറും ഇക്വിറ്റി ഷെയറും. ഈ പ്രിഫറൻസ് ഷെയറും ഇക്വിറ്റി ഷെയറും ഇഷ്യൂ ചെയ്ത് സമാഹരിക്കുന്ന മൊത്തം തുകയ്ക്കാണ് കമ്പനിയുടെ ക്യാപിറ്റൽ എന്ന് നമ്മൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. എന്താണ് പ്രിഫറൻസ് ഷെയർ? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് പ്രിഫറൻഷ്യൽ റൈറ്റ് വിത്ത് റിഗാർഡ് ടു 2 മാറ്റേഴ്സ്. 2 കാര്യങ്ങളിൽ പ്രിഫറൻസ് ഉള്ളവരാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻഗണന. 2 കാര്യങ്ങളിൽ മുൻഗണനയുള്ളവരാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് 2 കാര്യങ്ങളിൽ മുൻഗണനയുണ്ട്. ഒന്നാമത്തെ കാര്യം, അവർ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് കിട്ടുന്ന കാര്യത്തിൽ അവർക്ക് പ്രിഫറൻസ് ഉണ്ട്. എന്താണ് ഡിവിഡൻഡ്? നമ്മുടെ കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്സ്. എ കമ്പനി ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ്സ് സർപ്ലസ് ഓർ പ്രോഫിറ്റ്സ് ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് ദ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഒരു കമ്പനിക്ക് അതിൻ്റെ ലാഭം വിഭജിച്ച് നൽകുവാനുള്ള റൈറ്റ് ഉണ്ട്. അങ്ങനെ ഒരു കമ്പനിയുടെ ലാഭം വിഭജിച്ച് നൽകുമ്പോൾ മുൻഗണനയുള്ളവരാണ് ആര്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഇപ്പോൾ ഒരു കമ്പനിക്ക് ലാഭം ഉണ്ടെങ്കിൽ അപ്പോൾ ആദ്യം ആർക്ക് കൊടുക്കും? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. അതിനുശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ആർക്ക് കിട്ടത്തുള്ളൂ? ഇക്വിറ്റി അല്ലെങ്കിൽ ഓർഡിനറി. പ്രിഫറൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അവരെ എന്ത് വിളിക്കുന്നത്, എന്ത് പേരിലും അറിയപ്പെടുന്നത്? ദേ ആർ ഓൾസോ നോൺ ആസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ ഓൾസോ നോൺ ആസ് ഓർഡിനറി ഷെയർസ്. ദേ ഹാവ് നോ പ്രിഫറൻസ്. അവർക്ക് ഒരു പ്രിഫറൻസും ഇല്ല എന്നുള്ളതാണ് അതിന് കാരണം. അപ്പോൾ 2 കാര്യങ്ങളിൽ അവർക്ക് പ്രിഫറൻസ് ഉണ്ട്. ഒന്ന് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് ക്യാപിറ്റൽ തിരിച്ചു കിട്ടുന്ന കാര്യത്തിലും അവർക്ക് പ്രിഫറൻസ് ഉണ്ട്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് 2 കാര്യങ്ങളിൽ പ്രിഫറൻസ്. ഒന്ന്, കമ്പനിക്ക് ലാഭം ഉണ്ടായാൽ വിഭജിക്കാവുന്ന ലാഭം, ഡിവിസിബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് കമ്പനിക്കുണ്ടായാൽ ആദ്യം ലഭിക്കേണ്ടത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. രണ്ടാമത്തെ കാര്യം, റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. കമ്പനി പിരിച്ചുവിടുകയാണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള പണം ആദ്യം ലഭിക്കേണ്ടത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുവാണെങ്കിൽ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് എല്ലാം കൊടുക്കണം. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് കൊടുക്കണം, ബാങ്കുകളുടെ ലോൺ കൊടുക്കണം, ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് എല്ലാം കൊടുക്കണം. ഇതെല്ലാം കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ ആദ്യം കിട്ടാനുള്ള റൈറ്റ് ഉള്ളത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇക്വിറ്റി അല്ലെങ്കിൽ ഓർഡിനറി ഷെയർസ് ആണ്.
കമ്പനീസ് ആക്ടിൽ തന്നെ പറയുന്നത് ആൻ ഇക്വിറ്റി ഷെയർ ഈസ് എ ഷെയർ വിച്ച് ഈസ് നോട്ട് എ പ്രിഫറൻസ് ഷെയർ. ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർ അല്ലാത്ത ഷെയറുകൾ. ഇക്വിറ്റി സെക്ഷൻ 85 പറയുന്നത്. 85 അനുസരിച്ച് ഇക്വിറ്റി ഷെയർ ഈസ് എ ഷെയർ വിച്ച് ഈസ് നോട്ട് എ പ്രിഫറൻസ് ഷെയർ. പ്രിഫറൻസ് ഷെയർ അല്ലാത്ത ഷെയറാണ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ഈ പ്രിഫറൻസ് ഷെയർ തന്നെ ഒരു കമ്പനിക്ക് പല തരത്തിലുള്ള പ്രിഫറൻസ് ഷെയറുകൾ കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. പ്രധാനമായിട്ടും ആദ്യം പറയുന്നത് പാർട്ടിസിപ്പേറ്റിംഗ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ്. then cumulative, non-cumulative. Convertible, non-convertible. അടുത്തത് redeemable, irredeemable. ഇപ്പോൾ കമ്പനി ഇക്വിറ്റി ഷെയറിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഒന്നുമില്ല. ഇക്വിറ്റി ഷെയർസ് ഒരു ടൈപ്പ് ഒറ്റ ഷെയറുകൾ മാത്രമേ ഉള്ളൂ. പല ഫേസ് വാല്യൂവിനുള്ള ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നു. എന്നാൽ പ്രിഫറൻസ് ഷെയറിനെ സംബന്ധിച്ച് പ്രിഫറൻസ് ഷെയർസ് പല ടൈപ്പിലുള്ള പ്രിഫറൻസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു പോർഷനോടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കാം. പ്രധാനമായിട്ടും 8 ടൈപ്പിലുള്ള പ്രിഫറൻസ് ഷെയറുകൾ ഒരു കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും. ആദ്യം പറയുന്നത് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ, രണ്ടാമത്തെ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു പ്രിഫറൻസ് ഷെയറിൻ്റെ പ്രത്യേകത. പ്രിഫറൻസ് ഷെയർ കമ്പനിക്ക് ലാഭം ഉണ്ടെങ്കിൽ ആദ്യം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആർക്ക് അവകാശപ്പെട്ടതാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടതാണ്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നോർമലായിട്ടുള്ള ഒരു പ്രോഫിറ്റ് കൊടുത്തതിന് ശേഷം വീണ്ടും കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പ്രിഫറൻസ് ഷെയർസാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. ഒരു എക്സാമ്പിൾ പറയാം. ഒരു കമ്പനിക്ക് 1 crore rupees ലാഭം ഉണ്ടായി. അതിൽ 50 lakhs പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ആദ്യം കൊടുത്തതിന് ശേഷം ബാക്കി വീണ്ടും 50 lakh ഉണ്ട്. ആ 50ൽ 30 lakh ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തു. വീണ്ടും ഒരു 20 lakhs റിമെയിൻ ചെയ്യുന്നു. അത് കിട്ടാൻ അർഹതയുള്ളവരാണ് പാർട്ടിസിപ്പേറ്റിംഗ്. ദേ ആർ എൻറ്റൈറ്റിൽഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സർപ്ലസ് പ്രോഫിറ്റ്. എന്നാൽ അങ്ങനെ പ്രത്യേകിച്ച് റൈറ്റ് ഒന്നും ഇല്ലാത്തവരാണ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. അവർക്ക് സാധാരണ കിട്ടുന്ന ആദ്യത്തെ ഡിവിഡൻഡേ കിട്ടത്തുള്ളൂ, ബാലൻസ് ഉള്ള പ്രോഫിറ്റിൽ നിന്നും കിട്ടത്തില്ല. രണ്ടാമത്തത് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ആൻഡ് നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. ക്യുമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കുമിഞ്ഞുകൂടുക എന്നാണ് അർത്ഥം. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എല്ലാ വർഷവും ഫിക്സഡ് റേറ്റിലുള്ള ഡിവിഡൻഡ്, ലാഭം ഉണ്ടെങ്കിൽ ഫിക്സഡ് റേറ്റിലുള്ള ഡിവിഡൻഡ് കിട്ടും. നമ്മൾ ആദ്യം പറഞ്ഞു ദേ ഹാവ് പ്രിഫറൻഷ്യൽ റൈറ്റ്സ് വിത്ത് റിഗാർഡ് ടു പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്. അപ്പോൾ ഒരു പ്രിഫറൻസ് ഷെയർ 10% പ്രിഫറൻസ് ഷെയർസ് ഒരാൾ ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചു. ആ കമ്പനിക്ക് തനത് വർഷം ലാഭമൊന്നും ഉണ്ടായില്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കത്തില്ല. അടുത്ത വർഷവും ലാഭം ഉണ്ടായില്ല. തേർഡ് ഇയറിൽ ഈ കമ്പനിക്ക് ലാഭം ഉണ്ടാവുകയാണെങ്കിൽ ഈ പ്രിഫറൻസ് ഷെയർസ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡർ ആണെങ്കിൽ 30% ഡിവിഡൻഡ് കിട്ടും. 30% എന്ന് പറയുന്നത് ആദ്യത്തെ വർഷത്തെ 10%, രണ്ടാമത്തെ വർഷത്തെ 10%, മൂന്നാമത്തെ വർഷത്തെ 10%. 3 വർഷത്തെയും കൂടെ ഒരുമിച്ച് ചേർത്ത് കിട്ടാൻ റൈറ്റുള്ള പ്രിഫറൻസ് ഷെയർസാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. ലാഭം ഉണ്ടെങ്കിൽ എന്ന് ലാഭം കിട്ടുന്നോ അന്ന് വരെ അവരുടെ ലാഭം ഇങ്ങനെ ഡിവിഡൻഡ് ഒരുമിച്ച് ചേർത്ത് കിട്ടും. അതേസമയം നോൺ ക്യുമുലേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസിന് അങ്ങനെ റൈറ്റ് ഇല്ല. ഉദാഹരണത്തിന് 2019-20 എന്ന് പറയുന്ന സാമ്പത്തിക വർഷം കമ്പനിക്ക് ലാഭം ഇല്ലെങ്കിൽ നോൺ ക്യുമുലേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസിന് ഒന്നും കിട്ടുകയില്ല. 2020-21 എത്ര കോടി രൂപ ലാഭം ഉണ്ടായാലും നോൺ ക്യുമുലേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസിന് ആകെ എത്ര കിട്ടത്തുള്ളൂ? 10% കിട്ടത്തുള്ളൂ. അതേസമയം അവർ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ രണ്ടാം വർഷം ലാഭം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് 20% കിട്ടും. നേരത്തെ കിട്ടാതിരുന്ന ലാഭം കൂടെ ഒരുമിച്ച് ചേർത്ത് കിട്ടാൻ റൈറ്റ് ഉള്ളവരാണ് ക്യുമുലേറ്റീവ്, അല്ലാത്തവർ നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. ദെൻ നെക്സ്റ്റ് വൺ കൺവേർട്ടബിൾ ആൻഡ് നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്. ചില പ്രിഫറൻസ് ഷെയറുകൾ ഇക്വിറ്റി ഷെയർ ആയിട്ട് അല്ലെങ്കിൽ ഓർഡിനറി ഷെയർ ആയിട്ട്, കമ്പനിയുടെ ഓർഡിനറി ഷെയർ ആയിട്ട് ഈ ഇക്വിറ്റി ഷെയറുകളായിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അത് നമ്മൾ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയും. അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് പ്രിഫറൻസ് ഷെയർസ് ആയിട്ട് നിലനിൽക്കേണ്ട ഷെയറുകളാണ് നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആൻഡ് ലാസ്റ്റ് പെയർ റെഡീമബിൾ ആൻഡ് ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. നിശ്ചിത കാലാവധിക്ക് ശേഷം കമ്പനി പണം തിരികെ നൽകും അല്ലെ തിരികെ കൊടുക്കും എന്ന് പറഞ്ഞിരിക്കുന്ന പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്ന പേരാണ് റെഡീമബിൾ. ദേ ആർ എലിജിബിൾ ടു റീപേ redeem the amount.
അവർക്ക് പണം തിരിച്ചു കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസിന് കമ്പനിയിൽ നിന്ന് പണം തിരിച്ചു കൊടുക്കുന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ദേ ആർ എലിജിബിൾ ടു ഗെറ്റ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി. സാധാരണ ഷെയറിൻ്റെ പ്രത്യേകത അതാണ്. ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള വ്യത്യാസം അത് തന്നെയാണ്. കടപ്പത്രമാണെങ്കിൽ കമ്പനിക്ക് കടം കൊടുക്കുന്ന എമൗണ്ടാണ് തിരിച്ചു കിട്ടും. അതേസമയം ഷെയറിനെ സംബന്ധിച്ച് വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് മാത്രമേ പണം തിരിച്ചു കിട്ടുകയുള്ളൂ. ഇങ്ങനെ 4 പേരുകൾ 8 ടൈപ്പ് പ്രിഫറൻസ് ഷെയർസ് ഉണ്ടെന്ന് ഓർക്കുക. കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടെ ഓർക്കുക. ഷെയർ എന്ന് പറയുന്ന ഷെയർ ഇസ് എ ഷെയർ ഇൻ ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ് സ്റ്റോക്ക്. ഒരു കമ്പനി ഓഹരി മൂലധനം സമാഹരിക്കുന്നത് 2 രീതിയിലാണ്. ബൈ ദ ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഇക്വിറ്റി ഓർ ഓർഡിനറി ഷെയർസ്. preference shareholders have preferential right with regard to payment of dividend. കമ്പനിക്ക് ലാഭമുണ്ടായാൽ ആദ്യം ഡിവിഡൻഡ് കിട്ടേണ്ടവർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണ്. കമ്പനി പിരിച്ചുവിടുകയാണെങ്കിൽ ആദ്യം ക്യാപിറ്റൽ തിരിച്ചു കിട്ടാനുള്ള റൈറ്റ് ഉള്ളതും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഒരു പ്രിഫറൻസും ഇല്ല. നമ്മൾ ഡെഫിനിഷൻ തന്നെ പറഞ്ഞ് പ്രിഫറൻസ് ഷെയർ അല്ലാത്ത ഷെയറാണ് ഇക്വിറ്റി ഷെയർ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ 8 ടൈപ്പിലുള്ള പ്രിഫറൻസ് ഷെയറുകളെ കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ പോർഷനുകൾ അവസാനിക്കുന്നു. നമുക്ക് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ കമ്പനിയുടെ ക്യാപിറ്റലിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ, ഓതറൈസ്ഡ് ക്യാപിറ്റൽ മുതൽ കോൾസ് ഇൻ ഏരിയസ് വരെയുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ. അതെല്ലാം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.